എന്റെ വൈഫിന് വിവരമില്ലാന്ന് നാട്ടുകാർ പറയാൻ പോവാൻ സുഹൃത്തുക്കൾ. വെരി ഗുഡ്. വേണ്ടൊക്കെ നീ ആടി പോർക്ക്. മോൻ ഹാപ്പി അല്ലേ? ഇത് ടിഷ്യൂ ടിഷ്യൂ അമ്മനെ നിർത്താൻ ഇവർക്ക് കോഡ് ഭാഷയുണ്ട്. ജോക്കറാ അത് എന്ന് പറഞ്ഞാൽ പറയാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇവർക്കുള്ള ഫസ്റ്റ് ടാസ്ക് കൊടുക്കാൻ പോവാണ്. ഡംഷറാറ്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണേ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും മലയാളം അറിയാലോ. മലയാളം സിനിമകളാണ് നമ്മള് തരുന്നത്. എനിക്കൊക്കെ അറിയാം, സിനിമയിലൊക്കെ അഭിനയിച്ച കുട്ടിയാണ്. പക്ഷെ ഡീപ്പായിട്ട് അറിയില്ല. കുഴപ്പമില്ല, നമ്മൾക്ക് ഇവിടെ അഭിനയിച്ചാൽ മതി. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ആദ്യം നമുക്ക് മേഘയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് ട്രോളിന്റെ ചാകരയായിരിക്കും എനിക്ക് പ്രത്യേകിച്ചല്ല, നിനക്ക് മാത്രം. അല്ല, ഓൾറെഡി നമ്മുടെ ഹൈലൈറ്റ്സിൽ മറ്റേത് നമ്മൾ വിട്ട് കഴിഞ്ഞു. ലക്ഷദ്വീപിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരുന്ന. അപ്പൊ അങ്ങനെ എന്റെ വൈഫിന് വിവരമില്ലാന്ന് നാട്ടുകാർ പറയാൻ പോവാൻ സുഹൃത്തുക്കൾ. ചുമ്മാ. അപ്പൊ നമുക്ക് തുടങ്ങാം. മേഘയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മൂവി ഞാൻ കാണിക്കാവേ. വെരി ഗുഡ്. മലയാളം വായിക്കറിഞ്ഞു. അറിയില്ല? ഓഹോ, കുട്ടി എന്താ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിച്ചിട്ടില്ല? പിന്നെ എന്താ ഫ്രഞ്ചാ പഠിച്ചത്. ഫ്രഞ്ച് എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ ഇല്ല, പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രഞ്ചിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം. ഫ്രഞ്ചിൽ ഒരു ഐ ലവ് യു പറഞ്ഞേ. എനിക്ക് മറന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ 10th വരെ ഫ്രഞ്ച് പഠിച്ചോളൂ. 11th 12th ഫ്രഞ്ച് പഠിച്ചില്ല. പിന്നെ പഠിക്കുന്ന ഈ കോളേജിലാണ്. അത് പറയുന്നില്ല, വെറുതെ എഴുതുന്നതാണ്. 10th വരെ ഫ്രഞ്ച് പഠിച്ചില്ലേ? ഇന്നലെ പഠിച്ച കാര്യം വരെ ഞാൻ ഇപ്പൊ മറന്നു. അങ്ങനെയാ? അതെ. ഓഹോ, ഇത്രയും നല്ല പഠിക്കുന്ന ആളെന്നല്ലേ പറഞ്ഞേ? ഒന്ന് ഇരുത്തി പഠിപ്പിച്ചൂടെ? അങ്ങനല്ല, എക്സാമിനൊക്കെ കറക്റ്റ് ആയിട്ടല്ല എഴുതും. അതിനുശേഷം അത് എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് സത്യമായിട്ടും ഭയങ്കര ഒരു കഴിവാട്ടോ. കാരണം എന്താ വെച്ചാല് മിഡി രണ്ടിലും ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലൂടെ പഠിത്തവും ഒരു സൈഡിലൂടെ ഷൂട്ടും നടക്കുന്നുണ്ട്. ഷൂട്ടിലപ്പം ഞങ്ങളെക്കാളും ഹെവി വർക്ക് പുള്ളിക്കാരത്തേക്കാണ്. കാരണം അതിന്റെ എല്ലാം മെയിൻ ആണല്ലോ. എന്നിട്ട് പോലും മാഷാ അല്ലാ എക്സാം ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ആക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ചെയ്യേണ്ട കാര്യമൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്തു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഇപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്ലാസ് പരമായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. പക്ഷെ എക്സാം ടൈമിൽ കറക്റ്റ് പഠിച്ച് കറക്റ്റ് നമ്മള് ഫ്രഞ്ചിൽ ഓർത്ത് വെക്കണ്ടേ? ഹാർഡ് ക്രാഫ്റ്റ് ഇപ്പൊ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ. ഫ്രഞ്ചിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുതരും. എന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് എന്നൊന്നും പറയല്ലേ? ഗുഡ് മോർണിംഗ് അല്ലേ? ഫ്രഞ്ചിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ അവള് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയും. ഫ്രഷ്. താങ്ക് യു ഗൈസ്. ഇതിപ്പോ നമ്മള് പച്ചക്ക വീട്ടിലോട്ട് തന്നെയല്ലേ വരുന്നേ? ഞാനിത് കഴിഞ്ഞ് ലുലു പോവാം. അതുകൊണ്ട് നമ്മളെന്ത് കളിക്കാൻ പോവല്ലേ? അതെ. അപ്പൊ ഞാൻ എന്തായാലും മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഇനി അറിയോ ആവോ അല്ലേ? അത് വേർഡ്സ് അഭിനയിച്ച് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, അത് 2 വേർഡ് മനസ്സിലായി. ബാക്കി ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. അല്ലാതെ സിനിമ മനസ്സിലായില്ലല്ലേ? കുഴപ്പമില്ല. കമോൺ. 4 ഇതുണ്ടല്ലേ? ആദ്യത്തെ 2 കൃഷ്ണൻ, ഓടക്കുഴൽ, സുന്ദരി, ഡാൻസ്, ശ്രീകൃഷ്ണൻ. മറ്റേത് അടുത്ത്. ഇതിപ്പോ 4ാമത്തേല് 2ാമത്തെയാണോ ശ്രീകൃഷ്ണൻ? 2ഉം കൂടിയിട്ടോ? ഓക്കെ, ശ്രീകൃഷ്ണൻ. 3ാമത്തെ മിന്നുന്നു, സ്വർണം, നക്ഷത്രം, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം. സിനിമ അറിയില്ലെങ്കിലും കുട്ടി നന്നായിട്ട് അഭിനയിച്ച് അതൊക്കെ കാണിച്ചു തന്നു. ഓക്കെ, അടിപൊളി. നന്നായിട്ട് ചെയ്തു കേട്ടോ. സൂപ്പർ. താങ്ക് യു. അടുത്ത് ദാദാ റൗഡി. സംസാരിക്കാൻ പാടില്ല. ഗണ്ണ, തോക്ക, കൊലപാതകം, കില്ലിങ്. വാനങ്ങരുത്. ഒന്നുകൂടി. എത്ര വേർഡ്സ് ഉണ്ട് ടോട്ടല്? ഒറ്റ ഒന്നേ ഉള്ളൂ.
ഒന്ന് ചിരിക്കുവോ? ഞാൻ ചിരിക്കണം. ആ. അതല്ലേ കാണിച്ചേ, ഒന്ന് ചിരിക്കുവോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നീന്തിയോ? ഒറ്റ വേർഡേ ഉള്ളൂ. വീട്ടിൽ വാടാ ശരിയാക്കി തരാം അല്ലേ? കല്യാണം. കല്യാണ ദേഷ്യം. ഒരു മിനിറ്റ് എന്തൊക്കെ വന്നേ, ഏതാ കാണിക്കുന്നേ? ആ അതില്ലേ ഓക്കെ ഓക്കെ എന്താ എന്താ? കണ്ടിന്യൂ. ഒന്നുകൂടി. ഇതേ ഉദ്ദേശിക്കണ കൈ മടക്കിയിട്ട് ഇത് മാത്രം എന്ന് പറഞ്ഞില്ലേ? ഒന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. സിനിമ. സിനിമ ശരി, സിനിമയിൽ നമുക്ക് ഒരു 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 തീരുമാനത്തിലെത്താം. ആക്ടർ ആരാന്നുള്ളത് കാണിച്ചു കൊടുക്കും. വെരി ഗുഡ്. കാണിച്ചു കൊടുക്കും. അപ്പൊ കുറച്ച് കാണിച്ചാൽ അവള് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു. വെള്ളയും വെള്ളയും. ചട്ടമ്പിനാടാ? ചട്ടമ്പിനാട്. ഓ ആവേശം. ആവേശം. ആ മൂവിയിൽ ഒരു സീൻ, മോൻ ഹാപ്പി അല്ലേ? ഓ അതായിരുന്നാ? ഓ അതാണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇതിന്റെ ഗുണ്ടയുടെ ആണോ ഈ കാണിക്കുന്നത്? എന്താ പിന്നെ ചിരി ഇതൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മോൻ ഹാപ്പി അല്ലേ? ഓ അങ്ങനെ. ഇത് ടിഷും ടിഷും അമ്മനെ നിർത്താൻ ആ സാധനം ഇല്ലേ? എന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ മനസ്സിലാക്കണായിരുന്നു. അമ്മാനെ നിർത്തമ്മാനെ. അടിപൊളി. ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയി. കുട്ടിയൊക്കെ ഞാൻ പറ്റുന്നില്ല എനിക്ക്. താഴെ വരുന്ന എക്സാം ഒക്കെ ഉള്ളതാണ്, കോളേജിൽ പോ. ശരി. എത്ര വേർഡ്സ് ഉണ്ട്? 2. രണ്ടാമത്തെ പറക്കൽ, പറവ, പ്രാവ്. രണ്ടാമത്തത് പ്രാവ്. ഒന്നാമത്തെ അനിയത്തിയോ? അനിയത്തി പ്രാവോ? സൂപ്പർ സൂപ്പർ. ബുദ്ധി വെച്ച് വരുന്നുണ്ട്. വാ അടുത്ത് ജൂനിയർ. അതെന്താ? ഞങ്ങളുടെ ഒരു കോഡാണ്, പറയാൻ പറ്റില്ല. ഇവർക്ക് കോഡ് ഭാഷയുണ്ട്, പ്രേക്ഷകർക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്ന ഉടനെ അടുത്തിരിക്കുന്ന ആള് ജൂനിയർ എന്ന് പറയുന്നു. അതെന്താ ഇങ്ങനെ കാണിച്ച ജൂനിയർ നമുക്കറിയത്തില്ല. കുറച്ച് കുറച്ച് കോഡ് ഭാഷകൾ. കോഡ് ഭാഷകളൊക്കെ ഉണ്ടല്ലേ? നിങ്ങളായിട്ട് കണ്ടുപിടിച്ച കോഡ് ഭാഷകളാണോ? ഓക്കെ, എന്തായാലും ഇവരുടെ പ്രൈവസി മനസ്സിൽ ഞാൻ ചോദിക്കുന്നില്ല. താങ്ക് യു. ശരി, 2 വേർഡ്. രണ്ടാമത്തെ ആണോ ജൂനിയർ? ഒന്നാമത്തെ ജൂനിയർ. മേഘ അങ്ങനെ കാണിക്കരുത്. എന്നാലും സൽമാൻ അങ്ങനെ പറയരുത്. ആ മാൻഡ്രക്ക് ആയിരിക്കും. ജൂനിയർ മാൻഡ്രക്ക്. മാൻഡ്രക്ക് നീ ആടി പോർക്ക്. ഞാൻ സത്യം പറയട്ടെ, മാൻഡ്രക്ക് എന്താണ് സംഭവം? അയ്യോടാ, എന്താ പിന്നെ ഇങ്ങനെ കാണിച്ച്? മാൻ. എന്നാ കുഴപ്പമില്ല, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനിത് ചോദിക്കാനേ പാടില്ലായിരുന്നു. ഒരു പുതിയ ജനറേഷൻ കുട്ടികൾ എടുത്തിരിക്കുന്നതെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. മാൻ കാണിച്ചിട്ട് പിന്നെ അടുത്ത ട്രിക്ക് എങ്ങനെ കാണിക്കായിരുന്നു? ട്രിക്കായിരുന്നില്ലേ? ഞാൻ റെക്കാന്ന് വിചാരിച്ചു. റെക്കാന്ന് വിചാരിച്ചു. റെക്ക എങ്ങനെ കാണിക്കും? റെക്ക എനിക്കറിഞ്ഞൂടാ. എന്നെ ഇടിച്ച് പറയിപ്പിച്ചല്ലേ. എന്തായാലും സൽമാൻ എന്റെ ക്ലൂ ഇല്ലാണ്ട് സത്യം, ആ വാക്കിലാണ് ഞാൻ പിടിച്ചത്. ശരി, അപ്പൊ എന്തായാലും ലാസ്റ്റ് വേർഡ് പറയാളെ. സിമ്പിൾ ആണ്. എത്ര വേർഡ്സ് ഉണ്ട്? 2.
ഒന്നാമത്തത്. കഴിഞ്ഞോ? പോയോ? 4 ടൈം കടന്നുപോയി. നീ വന്നോ? വാ 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 അടച്ച്. ആവേശം. ഓ ഓ ഞാൻ വന്നു. ചട്ടമ്പി നാളെ. അത് വേണ്ട, അത് വേണ്ട, സിനിമ കാണിക്കൂ. സിനിമ കാണിക്കും. ഇപ്പൊ എന്താ കാണിച്ചപ്പോ? അല്ലാതെ അതേ പറയില്ല. അവളൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ഒരു വാട്ടി വെട്ടി. ഒറ്റക്ക് വഴി വെട്ടി വന്നാനോ? നിവിൻ പോളി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒറ്റക്ക് വഴി വെട്ടി വന്ന ഓ സൂപ്പർ സൂപ്പർ കേട്ടോ, അടിപൊളിയായിരുന്നു. നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് ആവേശത്തിന്റെ ആവേശത്തിന്റെ കൂടെ കൂടെ ഇറങ്ങിയ തൊട്ട് മുമ്പേ ഇറങ്ങിയ പടം. അതാണ് പാവക്കമ്മി. അപ്പൊ ഞാൻ പടം ഇനി ഇറങ്ങുന്ന പടങ്ങളും റിലീസ് ഡേറ്റ് ഒക്കെ ഞാൻ ഓർത്ത് വെക്കണം. പിന്നെ ആദ്യം കണ്ടില്ലേ, വർഷങ്ങൾ പോയി ശേഷം അത് ആദ്യം കാണിച്ചേ. ശരിയാ ശരിയാ. വെൽ ഡൺ. താങ്ക് യു. ഇനി ഒരെണ്ണെങ്കിലും അടുത്ത സൽമാൻ ആണല്ലോ ഒരെണ്ണെങ്കിലും ഞാൻ പറയണം. ഒരെണ്ണെങ്കിലും പറയണം. അയ്യോ പിടിച്ച്. എൻജോയ്. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മള് സൽമാനാണ് ടാസ്ക് കൊടുക്കാൻ പോകുന്നത്. സൽമാൻ ആക്ട് ചെയ്ത് നമ്മളെ മേഘക്കുട്ടി പറയണം ഒരെണ്ണെങ്കിലും. ഓക്കെ. പെണ്ണ്. അല്ലല്ലോ 2 വാക്കുകളുണ്ട്. ഇത് കാണിച്ചിട്ട് കാര്യമല്ലോ, മനസ്സിലാവും. 2 വാക്കുകളുണ്ട്. മാനം. മാനത്തെ കൊട്ടാരം. അയ്യോ പുലിയും എന്റെ കഴിവുകളെ കാണിക്കാഞ്ഞിട്ടാണ്. ചേച്ചീനെയും കാണിച്ചു, മാനവും കാണിച്ചു. മാനത്തെ കൊട്ടാരം. ഞാന് അത് മാറ്റിയത് എന്താന്ന് വെച്ചാൽ ഇത് പെണ്ണാന്ന് വിചാരിക്കോ, അതിന്റെ വിചാരിക്കും. പക്ഷെ അത് ക്യാച്ച് ചെയ്തു. ബുദ്ധി ഉണ്ടടാ. എത്ര ഒരു 2 സെക്കൻഡ്. സെക്കൻഡ് പറഞ്ഞു കളഞ്ഞു. ഓക്കെ. അയ്യോ 2 വാക്കുകള്. ഏത് പറയാൻ പോണേ? രണ്ടാമത്തെ. കോളറാ. പട്ടിയുടെ കോളറാ. താലികെട്ട്. താലികെട്ട്. ഒന്നാമത്തെ. കാറാ. കടല്ല. മീനാ. മീന്റെ താലികെട്ട. മിന്നും താലികെട്ട. മീനാക്ഷി താലികെട്ട. ഓ കുട്ടിക്ക് പേരറിയില്ല. മീൻ. മീൻ കെട്ടി. മീൻകുട്ടി. മിന്നും കെട്ടി. മിന്നുകെട്ട്. മിന്നുകെട്ട. നീന്തികെട്ട്. കൺഫേം ആക്കുന്നു. മീൻ കെട്ട്. താലി. മീൻ താലി. കെട്ടിക്കഴിഞ്ഞു. മീൻ താലി നമ്മൾ ഉച്ചക്ക് തരും. മീൻ ചത്ത. അയ്യോ മീൻ തൂങ്ങി ചത്ത്. അതാ അത് എങ്ങനെ ഞാൻ കാണിക്കും? കമോൺ ഒന്നൂടെ. മീൻ താലി കെട്ട് ഒന്നിച്ചു. രണ്ടാമത്തെ വാക്ക് കെട്ടി. കെട്ടിട്ട് മുന്നേ താലി ഒന്നിച്ചു. ഞാൻ ബോഡി ഞാൻ തരാം. മലയാള മാസങ്ങൾ. മാസങ്ങളാ. മീൻ. കൊറേ നേരോട് മീൻ പറയണം. ഞാൻ തോറ്റു. കറക്റ്റ് ആണ്. മീൻ താലികെട്ട്. മീനത്തിൽ താലികെട്ട്. അത്രേ ഉള്ളൂ. മീനത്തിൽ താലികെട്ട്. അതെ മീനാക്ഷി താലികെട്ട്. മീനാക്ഷി താലികെട്ട്. മീനത്തി
തില്ലിന് ഞാൻ എങ്ങനെ കാണിക്കും? മീന് വരെ പറഞ്ഞ തിൽ പറയണ്ടേ? ലാസ്റ്റ് കേപ്പ് താലിയും പോയി കെട്ടും പോയി തൂങ്ങിത്തത്തു. ഒരു വാക്ക് ഞാനാ എന്തോ ഉടായിപ്പാണ്. അത് മനസ്സിലായില്ലേ? ജോക്കറാ. അത് നീ എന്ന് പറഞ്ഞാ പറയാറുണ്ടോ? അതാ പറഞ്ഞു നീന്ന്. ഓക്കെ നൈസ്. അടിപൊളി. 2 വാക്കുകൾ. ഒന്നാമത്തെ ചെറുത് കുഞ്ഞ്. കുഞ്ഞ് കുഞ്ഞിരാമൻ. അല്ല സൽമാൻ അത് അങ്ങനെ കാണിക്കണ്ട, മറ്റേതുപോലെ കാണിക്കൂ. ലാലേട്ടൻ. ആ ലാലേട്ടന്റെ പടം. രണ്ടാമത്തെ വാക്ക് അല്ല ഒന്നാമത്തെ വാക്ക്. 1 2 3. 1 കുഞ്ഞ് ചെറുത് ചെറിയ. ഇത് പറ, ഇപ്പോഴിറങ്ങിയാണോ മിഡിലാണോ പഴയതാണോ? മിഡിലാ ബെസ്റ്റ്. പഴയതാണ് പറഞ്ഞേ. രണ്ടും മലയാളമാണോ? 1 മലയാളം എന്തും മലയാളം ഇംഗ്ലീഷ് ഹിന്ദിയാ? അയ്യോ ഷോട്ട മുംബൈ. ഞാൻ വിചാരിച്ചു മറ്റേ ഇത് തന്നെ ആവേശത്തിൽ കാണിക്കുന്നോട്. അത് കാണിച്ച അവള് മുങ്ങിറ്റാറ്റാന്ന് പറയും. അത് കാണിക്കണായിരുന്നു, ഞങ്ങൾക്കത് കാണണ്ടേ. അപ്പൊ അടുത്ത കുറച്ച് ടഫ് ആയിരിക്കാനാണ് സാധ്യത. ഇത് ഞാൻ എങ്ങനെ കാണിക്കും? 2 വാക്കുകള്. അതെ പണ്ടത്തെയോ? മിഡില്. എല്ലാം 2 മലയാളമാണോ? കൊടല്ല കൊട. പൂ കൊട. അമ്പർല. പൂജ ഭക്തി. കർപ്പൂരം. പൂ തിരി തീ തിരി. വിളക്ക്. വിളക്കിന് വേറെ എന്താണ്? വിളക്ക് എണ്ണ അല്ല, പൂജ എണ്ണ. അഗർബത്തിയോ? ദീപം. ആ ദീപം. സോൾജറാ? ദീപം സ്റ്റഡി. ദീപം സ്റ്റഡി ദീപം. ഇതൊക്കെ ഏത് പേര്? ദീപം. ദീപം ഓക്കെ. രണ്ടാമത്തെ സ്റ്റഡി. അതിന്റെ മലയാളമാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡിയുടെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. സ്റ്റഡിയുടെ മലയാളം എന്തുവാ? സ്റ്റഡി സ്റ്റഡി ഇങ്ങനെ നിൽക്കുക അല്ല, എന്താണ് മലയാളം പറഞ്ഞ? ഞാൻ പറഞ്ഞുതരാം. ശരി, ആ സിനിമയിൽ ഒരു പാട്ട് കാണിക്കട്ടെ. കാണിച്ചോ? കാണിച്ചു തരട്ടെ. ആ പാട്ട് അറിയില്ലേ? പാട്ടറിയാം, പക്ഷെ അത് ഇവക്കറിയുണ്ട്. വെറുതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടങ്ങി നിൽക്കുക. ആക്ടറിനെ കാണണോ? പറഞ്ഞുതരാം. ആക്ടർ അറിയില്ലേ? കഷ്ണം തന്നെ. ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടടാ. ഞാൻ നീ ഞാൻ ഫേവറേറ്റാ? ദിലീപ്. പക്ഷേ ദീപം സദാനന്ദന്റെ സമയമാണോ? അല്ല, സദാനന്ദ സമയത്തിൽ എവിടെയാണ് ദീപം? അല്ല, കാവ്യമാധവൻ ദീപം വിളക്കേറ്റ് എന്തോ പോകുമ്പോഴത്തേക്ക് രണ്ടും. ദിലീപ് പടം. രണ്ടാമത്തെ 2 വാക്കുകളുണ്ട്. അതിലൊന്ന് ദീപം, രണ്ടാമത്തത് ദീപാവലിയോ? കടല്ല.
നീന്തി എല്ലാരും നോക്കി നിക്കണു വായ നോക്കാം. അത്ഭുതം. ആ അത്ഭുത വിളക്കോ? ദീപ് അത്ഭുത വിളക്കോ? ഇവള് പുതിയൊരു യൂണിവേഴ്സ് ഉണ്ടാക്കും മലയാളത്തില്. ദിലീപും പാദം ഒക്കെ കൂടി പൃഥ്വിരാജും കൂടി ഒക്കെ ഒരുമിച്ചുള്ള ഒരു യൂണിവേഴ്സ്. അത്ഭുത വിളക്കല്ലേ? വേർത്തുപോയി. ശരി, ആ രണ്ടാമത്തെ വാക്ക് സർപ്രൈസ്. അത്ഭുതം. ഞെട്ടി. ഇത് എന്തായാലും നടക്കില്ല നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സൽമാനെ പാട്ട് പാട്. അപ്പോഴെങ്കിലും പറയുമോ നമുക്ക് നോക്കാം. അതിലത്തെ പാട്ട് മറ്റേ നിന്റെ നിന്റെ കണ്ണിൽ അതുണ്ടല്ലേ, നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീതികൾ. അറിയില്ല, പറയട്ടെ, പറഞ്ഞു. ദീപസ്തംഭം മഹാശ്ചര്യം. ഇത് ഞാൻ എങ്ങനെ പറയാനാ? പാവ സൽമാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചില്ലേ? ആശ്ചര്യം. ആ പിന്നെ ഈ സ്റ്റഡി എന്ന് അറിയില്ലേ, അത് സ്തംഭിച്ചു നിക്കാന്ന് പറയും. കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു ഇതെന്തായാലും പറയില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ കാൽക്കുലേഷൻ തെറ്റിയല്ലേ. അതെ, എനിക്കും ഏകദേശം തോന്നിയിരുന്നു പറയില്ലാന്ന്. പിന്നെ കുഴപ്പമില്ല, വെൽ ഡ്രൈഡ് ആയിട്ട്. അപ്പൊ ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത് ആരാ? ഞാൻ അല്ല, അല്ലേ? തോറ്റില്ലേ? തോറ്റാ. സൽമാൻ ജയിച്ചു. അല്ല, ഞാൻ കാണിച്ചപ്പം ഞാൻ ജയിച്ചില്ലേ? അല്ല, ഞാൻ കണ്ടുപിടിച്ചില്ലേ. എനിക്ക് കൺഫ്യൂഷൻ. ആ ശരിയാണല്ലോ, ആരാ ഇപ്പൊ ജയിച്ചേ? കാണിച്ചത് പെർഫെക്റ്റ് ആണല്ലോ. കണ്ടു പറയാത്ത ആള് അമേരിക്കയാണല്ലോ. അപ്പൊ പിന്നെ നമ്മള് ശരി, സൽമാൻ പറയാത്തോണ്ട് സൽമാൻ ജയിച്ചു, പറഞ്ഞോണ്ട് അല്ല തിരിച്ച് പറയാത്തോണ്ട് നമ്മൾ ഞാൻ രണ്ടുപേരും ഓക്കേ, ജയിച്ചു. ശരി. ജയിച്ചു. അതെ, കഴിഞ്ഞു. പ്രോബ്ലം സോൾവ്. അപ്പൊ എന്തായാലും ഇവരെ കുറച്ച് സന്തോഷിപ്പിക്കുക, ഇവര് ബേസിക്കലി ഹാപ്പി ആയിട്ടിരിക്കുക, ആ ഒരു മൊമെന്റ്സ് നമുക്ക് കാണാം. അത്രേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഇത് ആരും എയറിൽ കയറ്റരുത്. പക്ഷെ ഇല്ല, എന്തായാലും എന്തായാലും ഇറക്കി കയറും. ഇല്ല, വെൽ ട്രൈ, നല്ലപോലെ ചെയ്തു. ആൻഡ് നമുക്ക് തന്നെ അറിയാം, മേഘയ്ക്ക് കുറെ സിനിമകളൊക്കെ ചിലപ്പോ അറിയില്ല. അതെ, അതിന്റെ പക്ഷെ ദീപമൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തു. പേരറിയാത്തതിന്റെ പ്രശ്നമായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. ഗെയിം തീർന്നിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ടാസ്ക് ഭയങ്കര രസമുള്ളതാണ്. ഓക്കെ, അതിനുവേണ്ടി പ്രേക്ഷകർ നിങ്ങൾ വെയിറ്റ് ചെയ്യാം.